ഹലോ മക്കൾസ്, ആകാശ് മാഷാണ്. അപ്പോൾ എക്സാമിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മൾ ആനുവൽ എക്സാമിലേക്ക്, വാർഷിക പരീക്ഷയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് മുതലേ ആദ്യം പഠിച്ച ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം മുതൽ അവസാനം പഠിച്ച അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം വരെ നമുക്ക് എന്തുണ്ടാവും, എക്സാമിനകത്ത് ഉണ്ടാവും. അപ്പോൾ എക്സാം അടിപൊളിയായിട്ട് എഴുതണം. പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറാണ് 6ാം ക്ലാസ്സിൻ്റേത്. 6th സ്റ്റാൻഡേർഡിൽ എന്താണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പലതരത്തിലുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാലും എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതല്ലേ. ടെൻഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ എക്സാം എന്താണ്, എക്സാം എഴുതണം, നന്നായിട്ട് എഴുതണം, നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പരീക്ഷ ടൈം ടേബിൾ നോക്കാം. അപ്പോൾ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് SLC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 6ാം ക്ലാസ്സിനകത്തെ കുട്ടികളുടെ എക്സാം മാർച്ച് 6 എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത് ഫ്രൈഡേ, വെള്ളിയാഴ്ച എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തേത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. പിന്നെ മാർച്ച് 10 സെക്കൻഡ് ലാംഗ്വേജ്, മാർച്ച് 12 ഹിന്ദി, മാർച്ച് 17 സോഷ്യൽ സയൻസ്, മാർച്ച് 19 മാത്സ്, മാർച്ച് 24 ആർട്സ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്, മാർച്ച് 26 ബേസിക് സയൻസ് ആണ്, മാർച്ച് 27 ഫ്രൈഡേ ഇംഗ്ലീഷോടുകൂടി കാണുകയാണ് എക്സാം എന്ത് ചെയ്യുന്നത്, എക്സാം അവസാനിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, അല്ലാത്ത 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് നമ്മുടെ ഈ അറ്റാച്ച് ചെയ്യാത്ത സ്കൂളിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18 ആണ്. 18 വെനസ്ഡേ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ഉള്ളത്. മാർച്ച് 19 ഫസ്റ്റ് ലാംഗ്വേജ്, മാർച്ച് 23 ഹിന്ദി, മാർച്ച് 24 സോഷ്യൽ സയൻസ്, മാർച്ച് 25 ഇംഗ്ലീഷ്, 26 ബേസിക് സയൻസ്, 27 ആർട്സ്, മാർച്ച് 30 മാത്സ്. മക്കൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നമ്മുടെ ടൈം ടേബിൾ നിലവിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ടൈം ടേബിൾ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടിപൊളിയായിട്ട് പഠിക്കണം അല്ലേ, അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷയെ പറ്റി ചോദിക്കുമ്പോൾ, പരീക്ഷയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാണ്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മോഡലാണ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടെൻഷൻ വേണ്ടിയില്ല. കാരണം നിങ്ങൾക്ക് അടിപൊളിയായി പുതിയ രീതിയിലുള്ള പാറ്റേണുകളുടെ ക്വസ്റ്റ്യൻസിനെ അതിനെ മറികടക്കാൻ വേണ്ടി അടിപൊളിയായി നിങ്ങളെ കൂടെ ആരുണ്ട്, എജുപോർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഈ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി, 6ാം ക്ലാസ്സിലെ മക്കളുടെ എക്സാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി എക്സാം സ്പെഷ്യലായിട്ട്, ആനുവൽ എക്സാം സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിലവിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ മുഴുവൻ പേര് എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന മുഴുവൻ പേര് എന്താ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിടുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കാണ് ഇനി അങ്ങോട്ട് വരുന്ന നിങ്ങൾക്ക് ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും. ലൈവ് സെക്ഷനുകളുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ, അനൗൺസ്മെന്റുകൾ കിട്ടുന്നത്, ലൈവ് കഴിഞ്ഞുള്ള നിങ്ങളുടെ നോട്ടുകൾ ലഭിക്കുന്നത്, അതുപോലെ നിങ്ങളെ എൻഗേജ് ആക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നത്, ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് ലഭിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഓരോ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും എജുപോർട്ടിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടാവണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിടുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. മക്കളെ എന്ത് ചെയ്യുക, അത് പ്രയോജനപ്പെടുത്തുക. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം, അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം, ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവോ? ഇല്ല മാഷെ, അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. മലയാളത്തിൽ ആദ്യം നമ്മൾ പഠിച്ചത് അടുക്കള എന്നുള്ളൊരു കവിതയായിരുന്നു, ഒരു ഗദ്യ കവിത. മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യും, ഓരോ പാഠത്തിലെ ഓരോ യൂണിറ്റിലെ ഓരോ പാഠങ്ങളും ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്ത് ഓരോ യൂണിറ്റിലെ ഓരോ പാഠം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം വേണം. അതാണ് എജുപോർട്ടിൻ്റെ പുതുതായി നിങ്ങൾക്ക് ആരംഭിച്ചിട്ടുള്ളത് റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു പൈസ മക്കളെ, 599 രൂപക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്, അതായത് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡായിട്ട് കാണാൻ വേണ്ടി പറ്റും. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഏതാണ് യൂണിറ്റ്, ഇപ്പോൾ സോഷ്യൽ സയൻസിന് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ആ യൂണിറ്റിനകത്ത് സംശയങ്ങളുണ്ട്, അതിലൊരു ഭാഗമാണ് നിങ്ങൾക്ക് സംശയമുള്ളൊരു ഭാഗം. അപ്പോൾ കൃത്യമായി നമുക്ക് യൂണിറ്റ് എടുത്ത് യൂണിറ്റിൽ ഏത് ഭാഗമാണെന്ന് മനസ്സിലാക്കി ആ ഭാഗം എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സുകൾ വീണ്ടും കാണാം. നിങ്ങളുടെ ഡൗട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങളുടെ ഡൗട്ടുകൾ എന്ത് ചെയ്യുക, ലൈവായി നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പറ്റും. ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസ് എന്തുണ്ട്, നമ്മുടെ ബാച്ചിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PVQ ക്വസ്റ്റ്യൻസ്, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ്, പുതിയ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കും. അപ്പോൾ ഇതൊക്കെ ലഭിച്ച് അടിപൊളിയായി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ എക്സാമിനെ നേരിടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എക്സാമിനെ നേരിടാൻ വേണ്ടി എജുപോർട്ടിൻ്റെ ബാച്ചിനകത്ത്, റാപ്പിഡ് റിവിഷൻ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ലിങ്ക് എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എക്സാം അടിപൊളിയാക്കണം എജുപോർട്ടിനൊപ്പം. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.